നമുക്കൊരു ചെറിയ വ്യായാമം ചെയ്ത് നോക്കാം. അടുത്ത തവണ നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ഒരു ലിസ്റ്റ് ഉണ്ടായില്ലേ? അമ്മായിക്ക് ഒരു പെർഫ്യൂം, അനിയത്തിക്ക് ചോക്ലേറ്റ് ബോക്സ്, അയൽവക്കത്തെ കുട്ടിക്ക് ഒരു കളിപ്പാട്ടം, ഉമ്മയ്ക്ക് ഈത്തപ്പഴം, അനിയന് ഒരു സ്മാർട്ട് വാച്ച്. ചിലപ്പോൾ ലിസ്റ്റ് ചെറുതാകാം, ചിലപ്പോൾ വലുതുമാകാം, പക്ഷേ ഒരു ലിസ്റ്റ് ഉറപ്പായി ഉണ്ടാവും. ഇനി എന്നോട് പറയൂ, ഈ സാധനങ്ങൾക്കെല്ലാം ആരെങ്കിലും നിങ്ങൾക്ക് മുൻകൂട്ടി പണം തന്നോ? ഇല്ല. പക്ഷേ അത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഒന്നാണ്. അമ്മായിക്ക് പെർഫ്യൂം കൊടുക്കുമ്പോൾ അവർ അത് ഓർക്കും. അടുത്ത തവണ നിങ്ങളുടെ കുട്ടി നാട്ടിൽ വരുമ്പോൾ അവർ ആ സ്നേഹം തിരിച്ചു നൽകും. അനിയത്തിക്ക് ചോക്ലേറ്റ് നൽകിയത് അവൾ ഓർക്കും. നിങ്ങൾ ഗൾഫിലായിരിക്കുകയും ഉമ്മയ്ക്ക് സുഖമില്ലാതാകുകയും ചെയ്യുമ്പോൾ അവൾ മുൻപന്തിയിലുണ്ടാവും ഉമ്മയെ നോക്കാൻ. ഇത് വെറും സമ്മാനങ്ങളല്ല സുഹൃത്തെ, ഇതൊരു അദൃശ്യമായ കണക്ക് പുസ്തകമാണ്. നമ്മുടെ കുടുംബങ്ങളിലും ബന്ധങ്ങളിലും നിലനിൽക്കുന്ന ഒരു ലോങ് ടേം ക്രെഡിറ്റ് സിസ്റ്റം. ഞാൻ നിനക്കൊരു സഹായം ചെയ്തു, ഭാവിയിൽ നീ എനിക്കത് തിരിച്ചു ചെയ്യും. ഇതിന് ഒപ്പിട്ട പേപ്പറുകളൊന്നും വേണ്ട, പക്ഷേ ഇത് എല്ലാവരും പരസ്പരം മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഇതൊരു വിപ്ലവകരമായ ചിന്തയാണ്. നമ്മുടെയൊക്കെ ഇടയിൽ ഇന്ന് വർക്ക് ചെയ്യുന്ന ഈ അദൃശ്യമായ സിസ്റ്റം പണത്തേക്കാൾ എത്രയോ പഴക്കമുള്ളതാണ്. പണവും നാണയങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് ലോകം പ്രവർത്തിച്ചിരുന്നത് ഇതേ സിസ്റ്റം വെച്ചിട്ടാണ്. ഇതിനു മുമ്പുള്ള വീഡിയോകൾ നമ്മൾ കണ്ടതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ നാണയങ്ങളും കറൻസികളും ഒന്നും അന്നുണ്ടായിരുന്നില്ല എന്ന്. ബാർട്ടർ സിസ്റ്റവും നിലവിലില്ലായിരുന്നു, സമ്മതിച്ചു. അപ്പൊ പിന്നെ മനുഷ്യൻ എങ്ങനെയാണ് ഈ കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിരുന്നത്? അതിന്റെ ഉത്തരം കടം അഥവാ ഡെപ്റ്റ് എന്നാണ്. ആദ്യമുണ്ടായത് കടമാണ്. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തിരിച്ചാണ്. പണം ഉണ്ടായത് കൊണ്ടാണ് കടമുണ്ടായത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ സത്യം നേരെ തിരിച്ചാണ്. കടമാണ് ആദ്യം ഉണ്ടായത്. ആ കടത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് രൂപമായിട്ടാണ് പണം പിന്നീട് വരുന്നത്. നമുക്ക് ഒരു 5000 വർഷം മുമ്പുള്ള ഒരു ഗ്രാമം ഒന്ന് സങ്കല്പിച്ച് നോക്കാം. ഏകദേശം 200 ആളുകൾ അവിടെ ഉണ്ട്. പണമെന്ന ആശയമേ അവിടെ ഇല്ല. നിങ്ങൾ അയൽവാസിയെ വീട് പണിയാൻ സഹായിച്ചു. പകരം എന്ത് കിട്ടി? ആ നിമിഷമൊന്നും കിട്ടിയില്ല, പക്ഷേ അതൊരു അദൃശ്യ റെക്കോർഡായി മാറി. അടുത്ത വർഷം നിങ്ങളുടെ പശുവിന് അസുഖം വരുമ്പോൾ അയാൾ വന്ന് സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് അയാൾ വലിയൊരു അരിച്ചാക്കുമായി എത്തും. കണക്ക് കൃത്യമായി നോക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല, പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ അത് ബാലൻസ് ആവും. വിശ്വാസമായിരുന്നു അവിടുത്തെ കറൻസി. ഓർമ്മയായിരുന്നു അവിടുത്തെ ബാങ്ക് മെമ്മറി. ശരിക്കും നമ്മുടെ കേരളത്തിലെ പഴയ കുറിയും ചുറ്റിയുമൊക്കെ ഈ ഒരു സിസ്റ്റത്തിന്റെ ബാക്കിയാവാം. പക്ഷെ ഈ സിസ്റ്റത്തിന് ഒരു പരിമിതി ഉണ്ടായിരുന്നു. 200 പേരുള്ളപ്പോൾ എല്ലാവർക്കും എല്ലാവരെയും അറിയാം. പക്ഷേ ഗ്രാമം 20,000 പേരുള്ള നഗരമായി മാറുമ്പോഴോ? ഈ മെന്റൽ കണക്കുകൾ മനുഷ്യന്റെ ഓർമ്മയിൽ നിലനിൽക്കില്ല, പ്രത്യേകിച്ച് അപരിചിതരുമായുള്ള ഇടപാടുകൾക്കിടയിൽ. അവർ എന്ത് ചെയ്തു? അവർ എഴുതാൻ തുടങ്ങി. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ രേഖപ്പെടുത്തലുകൾ എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അവ പ്രണയകാവ്യങ്ങളായിരുന്നില്ല, രാജാക്കന്മാരുടെ വിജയഗാഥകളുമായിരുന്നില്ല. അവ അധികവും കടത്തിന്റെ രേഖകളായിരുന്നു. 5000 വർഷം മുമ്പ് മെസപ്പൊട്ടോമിയയിൽ, അതായത് ഇന്നത്തെ ഇറാഖിൽ നിന്ന് പുരാവസ്തു ഗവേഷകർ ആയിരക്കണക്കിന് കളിമൺ ഫലകങ്ങൾ, ക്ലേ ടാബ്ലറ്റ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ എഴുത്ത് അക്ഷരങ്ങൾ കുറിച്ചുവെക്കരുത്. ഗവേഷകർ ആവേശത്തോടെ അത് വായിച്ചു. അവയിൽ എഴുതിയിരുന്നത് ഏകദേശം ഇങ്ങനെയാണ്: അടുത്ത വിളവെടുപ്പ് കഴിയുമ്പോൾ ഞാൻ മേശയ്ക്ക് 5 ബാഗ് ബാർലി നൽകണം. ഇന്ന ആൾക്ക് നൽകേണ്ട ഗോതമ്പ് 50 അളവാണ്. പ്രണയമല്ല, യുദ്ധമല്ല, കടമാണ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടത്. മനുഷ്യൻ എഴുത്ത് കണ്ടുപിടിച്ചത് തന്നെ കടം ട്രാക്ക് ചെയ്യാനായിരുന്നു എന്ന് പറയപ്പെടുന്നു. നാണയങ്ങൾ ഉണ്ടാകുന്നതിന് 2700 വർഷങ്ങൾക്ക് മുമ്പ് കടമുണ്ടായിരുന്നു. നഗരങ്ങൾ ഉണ്ടായിരുന്നു. വലിയ കച്ചവടങ്ങൾ നടന്നിരുന്നു. ആ കളിമൺ ഫലകങ്ങൾ ശരിക്കും ലോകത്തെ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡുകളായിരുന്നു. ഇതൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന സത്യങ്ങളാണ്. കടത്തിൽ നിന്ന് എങ്ങനെയാണ് പണമുണ്ടായത്? അതൊരു ലോജിക്കൽ ചങ്ങലയാണ്. മെസപ്പൊട്ടോമിയയിലെ 3 വ്യാപാരികൾ തമ്മിലുള്ള കടം ഇടപാടുകൾ ഒന്ന് സങ്കല്പിക്കൂ. ഈ കടങ്ങൾ ട്രാക്ക് ചെയ്യാൻ അവർക്ക് ഒരു കോമൺ യൂണിറ്റ് വേണ്ടി വന്നു. അവർ വെള്ളി അഥവാ സിൽവർ വെയിറ്റ് ഒരു അളവുകോലായി ഉപയോഗിക്കാൻ തുടങ്ങി. വെള്ളി കൈമാറുന്നതിന് പകരം ഇത്ര വെള്ളിക്ക് തുല്യമായ ഗോതമ്പ് ഞാൻ തരാം എന്ന് അവർ എഴുതി വെച്ചു.
ഏകദേശം 2700 വർഷം മുമ്പ് ആരോ ചിന്തിച്ചു, നമുക്ക് ഈ വെള്ളിയുടെ ചെറിയ കഷ്ണങ്ങൾ ഒരേ തൂക്കത്തിൽ ഉണ്ടാക്കിയാലോ. അങ്ങനെ നാണയങ്ങൾ അഥവാ കൊയിൻസ് ചലിച്ചു. അതായത് കടം എളുപ്പമാക്കാൻ വന്ന ഒരു ഉപകരണമാണ് പണം. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ NRI അക്കൗണ്ടിൽ 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ പണം ശരിക്കും എവിടെയാണ്? നിങ്ങൾ വിചാരിക്കും അത് ബാങ്കിലുണ്ട്, സുരക്ഷിതമാണ് എന്നൊക്കെ. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ബാങ്കിന്റെ ലോക്കറിൽ നിങ്ങളുടെ പേരിൽ 30 ലക്ഷം രൂപ എണ്ണി നോട്ടുകെട്ടാക്കി ആരും വെച്ചിട്ടൊന്നുമില്ല. ശരിക്കും സംഭവിക്കുന്നത് ഇതാണ്: നിങ്ങൾ ബാങ്കിന് 30 ലക്ഷം രൂപ കടം കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ബാങ്കിന്റെ ക്രെഡിറ്ററാണ്. ബാങ്ക് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു തരാമെന്ന ഒരു വാഗ്ദാനമാണ്, അഥവാ ഒരു പ്രോമിസ്. ആ പ്രോമിസ് ആണ് നിങ്ങളുടെ 30 ലക്ഷം. മെസപ്പൊട്ടോമിയയിലെ ആ കളിമൺ ഫലകത്തിൽ എഴുതിയ വാഗ്ദാനവും നിങ്ങളുടെ ബാങ്ക് ബാലൻസും തമ്മിൽ സ്വഭാവത്തിൽ ഒരു വ്യത്യാസവുമില്ല. രൂപം മാറി, പക്ഷേ അത് ഇന്നും ഒരു വാഗ്ദാനം മാത്രമാണ്. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവാസിക്ക് ഇതിൽ എന്ത് കാര്യമാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒരു സുരക്ഷിത നിക്ഷേപമല്ല, ഇതൊരു വാഗ്ദാനം മാത്രമാണ് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടാം, ബാങ്ക് തകരാം, കറൻസിയുടെ മൂല്യം ഇടിയാം. യഥാർത്ഥ സുരക്ഷ ഒരു ഡിജിറ്റൽ നമ്പറിലല്ല, മറിച്ച് റിയൽ അസറ്റുകളിലും ബിസിനസ്സുകളിലും ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കലാണ്. 2, ബിസിനസ്സിൽ യഥാർത്ഥ കറൻസി വിശ്വാസമാണ്. 5000 വർഷം മുമ്പ് കച്ചവടം നടന്നത് പണം കൊണ്ടല്ല, വിശ്വാസം കൊണ്ടാണ്. ഇന്ന് നിങ്ങൾ കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ 30 ലക്ഷം രൂപയുടെ ക്യാപിറ്റലിനേക്കാൾ മൂല്യമുള്ളത് നിങ്ങൾ നേടിയെടുക്കുന്ന 30 വിശ്വസ്തരായ ബന്ധങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. പണത്തിന്റെ മൂല്യം ഇടിയാം, പക്ഷേ കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്ന വിശ്വാസം അതെന്നും വളരുകയുള്ളൂ. അതൊരു കേരള ഫാമിലി ബിസിനസിന്റെ രഹസ്യമാണ്. അപ്പോ കടമാണ് യഥാർത്ഥ പണം, വിശ്വാസമാണ് യഥാർത്ഥ സിസ്റ്റം. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ പേപ്പർ നോട്ടുകളിലും ഡിജിറ്റൽ മായകളിലും ഒക്കെ എത്തിയത്? മനോഹരമായ ഒരു ഐഡിയ ഒരു വലിയ തട്ടിപ്പായി മാറുന്ന ആ നിമിഷം ചൈനയിലും ലണ്ടനിലും ഒക്കെ സംഭവിച്ചത് എന്താണ്? ഇതറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ NRI ബാലൻസ് ശരിക്കും എന്താണെന്ന് നിങ്ങൾക്ക് അപ്പോൾ കൃത്യമായി മനസ്സിലാവും. അടുത്ത വീഡിയോയിൽ കാണാം.